സാർ ഞങ്ങൾ മാർക്കറ്റിംഗ് സൈഡിൽ നിന്നാണ്. നമുക്ക് വണ്ടി സാറ്റിസ്ഫൈഡ് ആണോ സാറ്? സാർ എന്ത് ചെയ്യുന്നു? ഞാൻ ഡോക്ടറാണ്, ഡോക്ടർ വിഷ്ണു, BM മെഡിക്കൽ ഹോസ്പിറ്റലിന്റെ കാഷ്വാലിറ്റി ഹെഡാണ്. എങ്ങനെയാണ് നമ്മൾ RVSനെ പരിചയപ്പെട്ടത്? RVSനെ കുറിച്ച് ഞാൻ അറിയുന്നത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്. പുള്ളി ഒരു വോൾവോ XC60 യൂസ് ചെയ്യുന്നുണ്ട്. പുള്ളി ഇവിടെയാണ് സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിയാണ് എന്നെ ഇങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. എന്തായിരുന്നു സാറിന്റെ വണ്ടിയുടെ കംപ്ലൈന്റ് എന്തായിരുന്നു? ഈ വണ്ടി ഞാൻ എറണാകുളത്ത് നിന്ന് വാങ്ങിയ വണ്ടിയാണ്. ഇത് വാങ്ങിയ സമയത്ത് ഇതിന്റെ ഫ്രണ്ട് ഷോക്കിന്റെ അവിടെ നിന്ന് ഒരു ചെറിയ തഡ് സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് പുറത്ത് കാണിച്ചു, 2 സെന്റേഴ്സിൽ കാണിച്ചു. അപ്പൊ അവര് പറഞ്ഞത് ഇതിന്റെ സസ്പെൻഷൻ സെറ്റിൽ എന്തോ ഫുള്ളായിട്ട് മാറണമെങ്കിൽ 3 lakh rupees ആകുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഈ 3 lakh rupees എടുത്ത് സ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് അപ്പൊ ഞാൻ ഒന്നുകൂടെ ഒരു തേർഡ് ഒപ്പീനിയൻ കൂടെ എടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ രതീഷിനെ വിളിക്കുന്നത്, RVSന്റെ രതീഷ്. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം രതീഷ് എന്നോട് പറഞ്ഞു എനിക്ക് കുറച്ച് സമയം വേണം, ഒരു 3 days വണ്ടി ഇവിടെ ഇട്ടേക്കണമെന്ന്. ഇവിടെ കൊടുത്താൽ നോക്കിയിട്ട് പറയാമെന്ന്. ഞാൻ അങ്ങനെ വണ്ടി കൊടുത്തു. ഇന്നിപ്പോൾ വണ്ടി പിക്കപ്പ് എടുക്കാൻ വന്നതാണ്. ഞാൻ വണ്ടി എടുത്തു, വണ്ടി ഓടിച്ചു നോക്കി. ആ കംപ്ലൈൻറ്റ് റെക്ടിഫൈഡ് ആണ്. അപ്പോൾ ആ സൗണ്ട് ഇല്ല, തഡ് സൗണ്ട് ഇല്ല. കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ ഇത് വളരെ വളരെ ചെറിയൊരു ബില്ല് എനിക്കാണ്. ഇത് 11,000 ഉള്ളൂ. ഓക്കെ. അപ്പം സാർ നമ്മളെ റെക്കമെൻഡ് ചെയ്യുമോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് വേറെ ഇവിടെ സൂപ്പർ ബൈക്ക് ക്ലബ് ഉണ്ട്. അപ്പൊ അതിൽ തന്നെ എല്ലാവരും എക്സോട്ടിക് കാർസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഉറപ്പായിട്ടും ഡെഫിനറ്റായിട്ടും ഇനി രതീഷിനെ തന്നെ അല്ലെ RVSനെ തന്നെ റെക്കമെൻഡ് ചെയ്യും. 100% സാറ്റിസ്ഫൈഡ് ആണ്? അതെ അതെ, 100 അല്ല 110. ഓക്കെ. ഇതെങ്ങനെയാണ്, എന്ത് മാജിക്കാണ് സാർ? ഇത് മാജിക് ഒന്നുമല്ല. ഇത് നോർമലി ഇപ്പോൾ നമ്മൾ ഒരുപാട് വണ്ടികൾക്ക് ഈ കമ്പനി ഈ സീരീസ് F സീരീസിലോട്ട് വന്നപ്പോൾ ഇത് ഇലക്ട്രിക് സ്റ്റിയറിംഗ് ബോക്സ് ആയിട്ട് ചേഞ്ച് ചെയ്തു. അപ്പൊ ആ സമയം മുതൽ ഈ സൗണ്ട് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആക്ച്വലി സൗണ്ട് കേൾക്കും. കോമൺ ആയിട്ട് നമ്മൾ വണ്ടി സൗണ്ട് ഉണ്ടെന്ന് പറയും. അപ്പൊ സൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ മാറ്റും, എന്നിട്ട് സൗണ്ട് പോകത്തില്ല. അപ്പോഴാണ് യഥാർത്ഥത്തിൽ കസ്റ്റമർ പെട്ടുപോകുന്നത്. പിന്നെ നമ്മളെന്ന് പറയുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് വണ്ടി വന്നാലും നമ്മൾ ആദ്യം ഇവിടെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് നമ്മളെല്ലാം കൺഫേം ചെയ്തിട്ട് ഒരു എസ്റ്റിമേറ്റ് ഇടകത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് റാക്കിന്റെ പ്രശ്നം നമ്മൾ കംപ്ലൈന്റ് ചെയ്യാം. ഇത് റാക്ക് കമ്പനി പറയുന്നത് റീപ്ലേസ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളിതിനെ അഴിച്ചെടുത്തിട്ട് ഇതിന്റെ കിറ്റ് എല്ലാം എടുത്ത് നമുക്ക് അത് കുറെയൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നു. നമ്മൾ തന്നെ ചെയ്ത് അതിനകത്ത് റെഡിയാക്കി അങ്ങിട്ട് അത് ഫുൾ വാറന്റിയോട് കൂടിയാണ് നമ്മൾ അങ്ങ് ചെയ്ത് കൊടുക്കുന്നത്. എന്തായാലും സാറിന്റെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ചിലപ്പോ ഈ ഇങ്ങനത്തെ കംപ്ലൈന്റുകൾ സോൾവ് ചെയ്യാൻ പറ്റാത്ത കുറെ പേരും ഉണ്ടാവും. അതെ അതെ, നമ്മുടെ തന്നെ പല സുഹൃത്തുക്കൾക്കും ഇത് കണക്ക് ജർമ്മൻ കാർസ് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ഈ സർവീസ് കോസ്റ്റ് പേടിച്ചിട്ടാണ് അവർ വാങ്ങാത്തത്. നമ്മളൊക്കെ വളരെ മാക്സിമം നല്ല സാധനങ്ങൾ വളരെ ചീപ്പായിട്ടാണ് നമ്മൾ ചെയ്ത് മാക്സിമം ശ്രമിക്കുന്നത്. ഓക്കെ സാർ, അപ്പൊ ഓക്കെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊന്നുമില്ല? എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറിന് ഇപ്പൊ 24 മണിക്കൂറും നമ്മുടെ സേവനമുണ്ട്. എപ്പോ വിളിച്ചാലും എവിടെയാണെങ്കിലും കേരളത്തിൽ എവിടെ ആണെങ്കിലും നമുക്ക് ബ്രാഞ്ചസ് ഒന്നുമില്ല, പക്ഷെ നമുക്ക് നെറ്റ്വർക്ക് ഉണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരുന്നുണ്ട്. അപ്പൊ സാറിന് സുഹൃത്തുക്കളെ ഏത് സമയത്ത് വിളിച്ചും നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്.